മായക്കണ്ണന്റെ തിരിച്ചുവരവ്. എഴുന്നേക്ക് ചെറിയ എഴുന്നേക്ക്. ഇല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ലേറ്റ് ആകും. ഞാൻ ഉറങ്ങിക്കോട്ടെ. ഇന്ന് തിങ്കളാഴ്ചയാണ്. അതിനിടയ്ക്ക് എത്രയും പെട്ടെന്ന് മൺഡേ ആയോ? ഇന്ന് മൺഡേ ആണോ? ഇന്ന് 24-ാം തീയതി മൺഡേ. ചൂടും വെയിലും കൂടുതലുള്ള ദിവസമാണ്. മീറ്ററോളജിക്കൽ സ്റ്റേഷന്റെ പ്രവചനമനുസരിച്ച് ഇന്ന് രാത്രി ഒരു വളരെ രസകരമായ മീറ്റോർ ഷവർ ഉണ്ടായിരിക്കുന്നതാണ്. ആസ്ട്രോണമി ആരാധകർ കാത്തിരിക്കുന്നു. കഴിക്കും, എങ്കിൽ മാത്രമേ നിനക്ക് ഇന്നത്തേക്ക് എനർജി കിട്ടുള്ളൂ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയ ദിവസമാണ്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു തെറ്റും സംഭവിക്കരുത്. അവൻ ഇന്ന് അവസാനം വീട്ടിലേക്ക് വരും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹോളിഡേസ് എല്ലാം ഉടനെ തീരും. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്കും എത്തും. ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു നല്ല പ്ലാനറ്റ് ആണ്. അടുത്ത മീറ്റർ ഷവർ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഇനി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങളെ അതേ സ്ഥലത്ത് വെച്ച് അതേ സമയത്ത് കാണുന്നതായിരിക്കും. സമയം മറക്കരുത് കേട്ടോ. പരസ്പരം കാണുന്നത് ഒരിക്കലും മറക്കരുതേ. നമ്മൾ ഉടൻ തന്നെ മായക്കണ്ണൻ പറക്കുന്നത് കാണും. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പൊ നല്ല കാലാവസ്ഥയാ. 5 മിനിറ്റിനുള്ളിൽ ആ മീറ്ററോയിഡ് ഷവർ നടക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. നീ വൈകിപ്പോയി. സോറി, അമ്മ ഉണ്ടാക്കുന്ന ഐസ്ക്രീം റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് മായക്കണ്ണന്റെ ഫേവറേറ്റ് ആണ്. നീ കറക്റ്റ് ടൈമിലാ വന്നത്. അവൻ ഉടനെ തന്നെ വരും. നിന്റെ പഴഞ്ചൻ റേഡിയോ പറയുന്നതൊക്കെ കറക്റ്റ് ആണോ? ഇപ്പൊ തന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ എന്തോ ഒന്നും നടക്കാഞ്ഞത്. ഒരുപാട് മേഘമുണ്ട്. അവര് പറയുന്നത് ആ മീറ്റർ ഷവർ കഴിഞ്ഞു എന്നാണ്. അയ്യോ, മായക്കണ്ണൻ ഇതുവരെ ഇവിടെ എത്തില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവന് മിക്കവാറും ഡേറ്റ് മാറി കാണും. അവനൊന്ന് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് വീട്ടിലേക്ക് പോണം. നല്ല ക്ഷീണമുണ്ട്. എനിക്കും വീട്ടിലേക്ക് പോകേണ്ട സമയമായി. ഇത്രയും രാത്രി പുറത്തു നിൽക്കാൻ വീട്ടിൽ സമ്മതിക്കില്ല. എനിക്ക് മായക്കണ്ണനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ, ഇപ്പോഴെങ്ങനെ പോകുന്നത്? മായക്കണ്ണൻ ഒരിക്കലും നമ്മളോട് കള്ളം പറയില്ല. വെയിറ്റ് ചെയ്ത് നോക്കാം. അത് മായക്കണ്ണനാണ്. അയ്യോ, പെട്ടിരിക്കാന്ന് തോന്നുന്നു. മായക്കണ്ണ, നീ ഓക്കെ ആണോ? ഭൂമിയിലേക്ക് വരുന്ന വഴി ഒരുപാട് തണുപ്പ് അനുഭവപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അവനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കറിയാം. എല്ലാരും വരൂ, നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ ബോഡി ഹീറ്റ് ഉപയോഗിച്ച് ഐസ് മെൽറ്റ് ചെയ്യാം. ഞാനിതാ പോരുന്നു. ഇതാ ശരിക്കും ഞങ്ങളെ പേടിപ്പിച്ചു. വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിലെത്തിയെന്നോ? ഇതെന്റെ വീടല്ല. ഈ സ്ഥലത്തിന്റെ പേരെന്താ? നിന്റെ തമാശ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല മാജിക്കായ്. ഞങ്ങളുടെ എനർജി ഉപയോഗിച്ച് നിന്നെ രക്ഷിച്ച് ഞങ്ങൾ തളർന്നുപോയി. എന്നെ നിങ്ങൾ രക്ഷിച്ചെന്നോ? അതിന് നിങ്ങളാരാ?
മായക്കണ്ണൻ തിരിച്ചു വന്നു ഭാഗം 2. നിങ്ങളെന്നെ രക്ഷിച്ചെന്നോ? നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? അവന് പനിയൊന്നുമില്ല. ചിലപ്പോ അവൻ വന്നപ്പോ അവന്റെ തലയടിച്ചതാണെങ്കിലോ വലിയ വീഴ്ചയായിരുന്നത്. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. അവനെല്ലാം മറന്നുപോയെന്നാ തോന്നുന്നേ. നീ എന്നെ ഓർത്തപ്പെട്ടു. ഞാനാണ് മേരി. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കെന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരെയൊക്കെ ഓർക്കേണ്ട എന്താ ആവശ്യമുള്ളത്? ഞാനാണ് സൂസൻ, ക്ലാസ് ലീഡർ. എനിക്ക് എപ്പോഴും ഫുൾ മാർക്കാ. എന്നെ ഓർമ്മയില്ലേ? എന്റെ പേരാണ് ജെറി. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടം, അതായത് ഫുട്ബോൾ. നിനക്കെന്നെ ഓർമ്മയില്ലേ? എന്റെ പേരാണ് ബ്രാൻഡൻ. എന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണ്. എനിക്ക് മയോപ്പിയ അസുഖമുണ്ട്. അതുകൊണ്ട് എനിക്ക് കണ്ണാടി ഇല്ലാതെ ഒന്നും കാണാൻ കഴിയില്ല. എനിക്ക് കാണാൻ കഴിയില്ലെന്ന് ഇപ്പൊ തെളിയിക്കാം. മായക്കണ്ണ, നീ ഞങ്ങളെ ആരെയും ഓർക്കുന്നില്ലേ? നീ എന്നെ കൂടെയാണ് താമസിച്ചിരുന്നത്. അത് തെളിയിക്കാൻ ഒരു ഫോട്ടോ ഉണ്ട് എന്റെ കയ്യില്. നീ നോക്ക്, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് ഞാനൊന്നും അല്ല. ഇത് നീ തന്നെയാണ്. നോക്കാൻ നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളന്മാരാ. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എന്തിനാ ഈ മരത്തെ കെട്ടിപ്പിടിക്കുന്നത്? ഒന്ന് കേട്ടോ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂട്ടുകാർ തന്നെയാണോ? പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഓടിക്കുന്നത്? എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതി. എനിക്ക് ഇവിടെ പേടിയാവുന്നു. ശ്രദ്ധിച്ചു പോലെ, അവിടെ അപകടം ഉണ്ടാവും. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി. ഐസ്ക്രീം. ഇത് ശരിക്കും ഭയങ്കരമാണ്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ നന്നായി പേടിപ്പിച്ചു. ജസ്റ്റ് മിസ്സിന് അവൾ രക്ഷപ്പെട്ടത്. എനിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എനിക്കൊന്നും പറ്റില്ല. മായക്കണ്ണ, താങ്ക് യു. എനിക്ക് തോന്നുന്നു മായക്കണ്ണന്റെ എല്ലാം ഓർമ്മ വന്നെന്ന്. ഐസ്ക്രീം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ആരെയും ഓർക്കില്ലായിരുന്നു. നേരം ഒരുപാട് വൈകി. നമുക്കെല്ലാവർക്കും വീട്ടിൽ പോവാം. നിൽക്ക്, കഴിഞ്ഞ തവണ ഇവൻ നിന്റെ കൂടെയല്ലേ താമസിച്ചത്. അതുകൊണ്ട് ഇത്തവണ എന്റെ കൂടെ വന്നിരിക്കട്ടെ. നീ എന്റെ വീട്ടിലേക്ക് വരൂ പ്ലീസ്. അല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ നിൽക്കാം. നിനക്ക് ഇഷ്ടമുള്ള എല്ലാ ബുക്കും ഞാൻ വായിച്ചു തരാം. ചുമ്മാ തമാശ പറയല്ലേ? അവൻ എന്റെ കൂടെ നിൽക്കണ്ടേ? ഞാനല്ലേ ക്ലാസ് ലീഡർ. ഞാൻ പറയുന്നത് കേക്ക്. നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്തോണ്ട് ഈ മന്ത്രവടി ഉപയോഗിക്കാം. ഇത് ആരുടെ ദേഹത്താണോ വീഴുന്നത് അവരുടെ കൂടെ ഞാൻ നിൽക്കും. ഓക്കെ അല്ലേ? എല്ലാരും റെഡിയാണോ? എന്റെ അടുത്ത് പോ, എന്റെ അടുത്ത് പോ. ഇത് എന്നെ തെരഞ്ഞെടുത്തു. പേടിക്കണ്ട, ഞാൻ എല്ലാവരുടെ കൂടെയും താമസിക്കും. എല്ലാവർക്കും ഞാൻ തുല്യ അവസരം കൊടുക്കുകയും ചെയ്യും. സത്യമാണോ? എന്നെ വിശ്വസിക്കൂ. ഈ സ്മെല്ല് ഞാൻ നന്നായി മിസ് ചെയ്തു. നമ്മൾ വീട്ടിലെത്താറായി. നിന്നെ കാണാനായിട്ട് കൊറേ നാളായി. അച്ഛനമ്മയും നിന്നെ കണ്ട് സന്തോഷിക്കും. നിന്നെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തിനാ ചിരിക്കുന്നേ? എന്തെങ്കിലും നീ മറക്കുന്നുണ്ടോ? ശരിക്കും ഞാനാണ് ആ മന്ത്രവാടി നിന്റെ അടുത്ത് കൊണ്ടെത്തിച്ചത്. എന്നാലല്ലേ എനിക്ക് നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഐസ്ക്രീം കഴിക്കാൻ പറ്റൂ. നീ ശരിക്കും അവരെല്ലാം കബളിപ്പിച്ചല്ലേ? അടുത്ത തവണ അങ്ങനെയൊന്നും നടക്കില്ല. പ്രോമിസ്. നമ്മളിതാ വീട്ടിലെത്തി. വേഗം വേഗം, എനിക്ക് നന്നായി വിശക്കുന്നു. എനിക്ക് ഐസ്ക്രീം കുറച്ച് വേണം. അതിനെ കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി.
ഒരു കൺഫൈനന്റ് ബിൻ. ഞാനിനി എന്ത് ചെയ്യും? അയ്യോ. ലീന, നിനക്കെന്താ പറ്റിയത്? നീ കാരണം എനിക്ക് തല കറങ്ങുന്നു. എന്റെ എക്സാമിന്റെ സ്കോർ വളരെ കുറവാണ്. അതത്ര മോശമൊന്നുമല്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് തന്നെയല്ലേ കിട്ടിയത് അല്ലേ? പക്ഷെ ഞാൻ അച്ഛനും അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്. ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ഞാൻ നല്ല മാർക്ക് വാങ്ങുമെന്ന് പറഞ്ഞതാ. അവരോട് ഇനി എന്ത് പറയണമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ലീന, നിന്റെ മിഡ് ടേം എക്സാമിന്റെ റിസൾട്ട് വന്നെന്ന് ഞങ്ങൾ കേട്ടല്ലോ. മാർക്ക് എത്രയുണ്ട് നിനക്ക്? നിന്റെ വാക്ക് നീ നിറവേറ്റിയെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ നിന്റെ മാർക്ക് എത്രയാ മോളെ? ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തി. എനിക്ക് 90 കിട്ടിയത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ. നിന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് കേട്ടോ. അതെ, അവൾക്കിനി കുറച്ച് ട്യൂഷന്റെയും എക്സ്ട്രാ ക്ലാസിന്റെയും ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനി സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള സമയമൊക്കെ ഒരുക്കണം. അധികം കളിക്കാനൊന്നും വിടേണ്ട ആവശ്യമില്ല. ലീന, നീ ഇന്ന് വളരെ വൈകിയാ വീട്ടിൽ വന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 3 എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു മായക്കണ്ണ. എനിക്കിപ്പോ എല്ലായ്പ്പോഴും ക്ഷീണം തോന്നുന്നു. ഇനി ഒരിക്കലും എന്റെ ക്ഷീണത്തെ കുറിച്ച് അച്ഛനമ്മമാരോട് പറയാൻ പറ്റില്ല. എനിക്കിനി അവരെ വിഷമിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പത്തേക്ക് താന വരുമ്പോ മായക്കണ്ണനൊരു മാജിക് കാണിക്കാം. നീ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നോണ്ട് ഇതാ നിനക്കൊരു ഗിഫ്റ്റ്. ഇതെന്താ മായക്കണ്ണ? ഇതൊരു കൺഫൈഡൻസ് ബിന്നാണ്. നിന്റെ വിഷമങ്ങളെല്ലാം ഇതിനോട് പറയാം. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിന്റെ വിഷമങ്ങളെല്ലാം ഇതിന്റെ അകത്ത് സൂക്ഷിച്ചു വെക്കും. ഇത് സൂപ്പറാണ്. എനിക്ക് ഇത് തന്നെയായിരുന്നു ആവശ്യം. നിനക്ക് കുറച്ച് ഐസ്ക്രീം തരാനുള്ള സമയമായല്ലോ. ഈ കൺഫിഡൻസ് പിന്നെ എനിക്ക് തന്നത് വളരെ നന്ദിയുണ്ട് മായക്കണ്ണ. എനിക്ക് നല്ല സന്തോഷമായി കേട്ടോ. ഇത് അനിവാര്യമാണ്. ഞങ്ങൾ ഏലിയൻസിന് ഇമോഷൻസ് മറച്ചു വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ നല്ല സന്തോഷവതിയാണ്. നമുക്കിത് ഐസ്ക്രീം കഴിച്ച് ആഘോഷിക്കാന്ന് തോന്നുന്നു. നമ്മൾ പതിവിലും താമസിച്ചാണ് ഇന്ന് എത്തിയത്. എനിക്ക് തോന്നുന്നു ലീന ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അവൾ പഠിക്കുകയാണോ എന്ന് നമുക്ക് അറിയണമല്ലോ. അവൾ ഉറങ്ങിയെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവള് മുഴുവൻ പഠിച്ചു തീർത്തത് പോലുമില്ല. നിനക്ക് അവളെ ഉണർത്തണ്ട. അവൾ അവളുടെ വർക്ക് തീർത്ത് കാണില്ല എന്ന് നമുക്കറിയാം. നമുക്ക് അവളോട് രാവിലെ ചോദിക്കാം. ഓക്കെ. ഓ ആ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഞാനിന്ന് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച ലീന ഉറക്കത്തിലാണെന്ന്. ചിലപ്പോ അവൾ ഉറക്കത്തിൽ സംസാരിക്കുന്നതായിരിക്കും. അവിടെ എന്താ പറയുന്നെന്ന് കേൾക്കാം. അവർക്ക് എന്നെ ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ. എനിക്കാണെങ്കിൽ കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ പഠിത്തം മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പറയുന്നതെന്ന്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവരെന്നെ കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷെ ഞാനിപ്പോ ആകെ തളർന്നിരിക്കുക. നമ്മൾ എനിക്ക് ഒരുപാട് ടെൻഷൻ കൊടുക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നു.
റെയിൻബോ അംബ്രല്ല. അപ്പോൾ ശരി കുട്ടികളെ, റെഡിയാകൂ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യൂ. നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്കിനായി എല്ലാവരും 3 വട്ടം തെറ്റുകൾ തിരുത്തി എഴുതുക. എനിക്ക് ഫുൾ മാർക്കുണ്ട്. ഞാൻ 6 വാക്കുകൾ തെറ്റിച്ചെഴുതി. എനിക്കത് എത്ര ശ്രദ്ധയില്ലാത്തത്. നമ്മുടെ ലീനയ്ക്ക് വൈകിട്ടത്തേക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കില്ല. നോക്കിക്കോ, നീ വേണമെങ്കിൽ. ഞാനതിനു വേണ്ടി നോക്കിയിരിക്കാ. ഇത് നല്ല മഴയായി പോയല്ലോ. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാനൊരു കൊടയും കൊണ്ടുവന്നേനെ. അമ്മ ഇതെവിടെ പോയി? സാധാരണ വരുന്നതിലും വളരെയധികം വൈകുന്നല്ലോ. നമ്മളിനി 3 പേരെ ബാക്കിയുള്ളൂ. നിനക്കല്ലേ എണ്ണാൻ അറിയില്ലേ? നമ്മളിവിടെ 5 പേരാ ഉള്ളത്. നിങ്ങൾക്ക് 2 പേർക്ക് ഒട്ടും ടെൻഷൻ ഇല്ലേ? ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്തായാലും നടന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല. പനി പിടിക്കും നമുക്ക്. മായകണ്ണൻ എന്റെ കൂടെയാണ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ അവനോട് ഒരു കൂടെ ചോദിച്ചേനെ. അങ്ങനെയെങ്കിലും എനിക്ക് വീട്ടിലെത്താലോ. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിയാൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഇത്തവണയെങ്കിലും സൂസനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റും. മഴ പെയ്യുന്നു. എനിക്കൊരു കൊട വേണം. അക്കുട്ടിക്ക് താനെ വരുമ്പത്തെ മായക്കണ്ണനൊരു മാജിക് കാണിക്കാം. താങ്ക് യു മായക്കണ്ണ. വാ നമുക്ക് പോവാം. നീ ഇവിടെ നിൽക്കുന്നത് പോലും ഞാൻ കണ്ടില്ല. മായക്കണ്ണ, എനിക്കൊരു കൊട നീ തരാവോ? ഞാനിപ്പോ ലീനയുടെ കൂടെ കഴിയുന്നോണ്ട് എനിക്ക് അവക്ക് വേണ്ടി മാത്രമേ മാജിക് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റൂ. അത് ശരിയാണ് മായക്കണ്ണ. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. നിനക്കും അതുപോലെ അവസരം വരും. എനിക്ക് അതിന്റെ പവർ വെറുതെ കളയാൻ ആഗ്രഹമില്ല. വേറെ കുറെ ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ വളരെ ലേറ്റ് ആയി. എനിക്ക് കുറെ ഹോംവർക്ക് ചെയ്യാനുള്ളതാ. എങ്കിൽ ഞാൻ പോട്ടെ. ബൈ. ഗുഡ് ബൈ ഫ്രണ്ട്സ്. ആരെങ്കിലും നിങ്ങളെ പിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മായക്കണ്ണ. ഇനി എനിക്ക് മഴ നനയാതെ വീട്ടിലെത്താലോ. കാലാവസ്ഥ മോശമാണല്ലോ. മഴ നനയാത്തത് എന്റെ ഭാഗ്യം. ഈ പെയ്യുന്നത് കണ്ടിട്ട് മഴ അടുത്തെങ്ങാനും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞത് ശരിയാ. നിന്റെ കൂട്ടുകാരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. അവർ എപ്പോ വീട്ടിലെത്തുമെന്ന് പോലും അറിയില്ല. പക്ഷെ സൂസൻ വീട്ടിലെത്തുന്നതിന് മുൻപ് എനിക്ക് എത്തേ പറ്റൂ. ഞാൻ അവരെ കൂട്ടാതെ പോകുന്നത് ശരിയാണോ? അല്ല, ലീന, നീ എന്തിനാ തിരിച്ചു വന്നത്? അവളുടെ കയ്യിൽ കൊടയുണ്ടെന്ന് കാണിക്കാൻ വന്നതാ. നിങ്ങളെ സഹായിക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ എന്റെ കൂട്ടുകാരല്ലേ. ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകുന്നത് നല്ലതല്ല. പക്ഷെ നിന്റെ കൊട വളരെ ചെറുതാണ്. ഒരു കാരണവശാലും നമുക്കതിൽ പോകാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ മായക്കണ്ണനുണ്ടല്ലോ കൂടെ. അവൾ പറഞ്ഞത് ശരിയാ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. അക്കുട്ടിക്ക് താനെ വരുമ്പോ മായക്കണ്ണനൊരു മാജിക് കാണിക്കാം. ഇപ്പോഴും ഒരു കുട മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ കൂടെ പഴയതിനെക്കൊണ്ട് ചെറുതായല്ലോ. ഞാനിത് ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ മാജിക്കായി ഒട്ടും തന്നെ ഐസ്ക്രീം കഴിച്ചിട്ടില്ല. അപ്പൊ അവന്റെ പവറിന് ഒരു കുഴപ്പവും പറ്റില്ല. അതിനർത്ഥം കുടയ്ക്കുള്ളിലാണ് മാജിക് ഉള്ളത്. ബ്രാൻഡൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെല്ലാവരും ആ കുടയൊന്ന് തുറന്നു നോക്കൂ. എനിക്ക് തോന്നുന്നു റെഡ് ആ കുടയുടെ ഒരു കളർ മാത്രമായിരുന്നെന്ന്. അയ്യോ, എനിക്ക് ഈ കുട ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു കൂട്ടുകാരെ. തീർച്ചയായും. എന്നാ പോവാം. മറ്റുള്ളവരെ സഹായിക്കുമ്പോ ഇത്രയും സന്തോഷം ഉണ്ടാവല്ലേ.